സ്വീറ്റ് കോൺ ഉപയോഗിച്ചിട്ട് നമുക്കൊരു സിമ്പിൾ ചാട്ടും മസാല ചാട്ടും ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് കോണാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ വേവിക്കാൻ വേണ്ടിയിട്ട് അതിൽ അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കണം, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു 5-6 മിനിറ്റ് എടുക്കും നന്നായിട്ട് വേവാൻ. ഇനി നമുക്കിത് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഇനി ഇതിൽ നിന്ന് പകുതി എടുത്തിട്ട് നമുക്ക് സിമ്പിൾ ചാട്ട് ഉണ്ടാക്കാം. അതിനൊരു കടായി എടുത്തിട്ട് അതിൽ ബട്ടറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വരുമ്പോൾ പകുതി കോണതിലിട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കണം. ഓൾറെഡി നമ്മളത് വേവിക്കുമ്പോൾ ഉപ്പിട്ടുണ്ട്, എന്നാലും ഒരു ബാലൻസിങ്ങിന് വേണ്ടിയിട്ടാണ് ഒരു 1/4 സ്പൂൺ ഉപ്പിടുക. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇളക്കി യോജിപ്പിക്കുക, എന്നിട്ടൊരു ബൗളിൽ മാറ്റുക. ഇത്രയേ ഉള്ളൂ സിമ്പിൾ ചാട്ട്. ഇനി ബാക്കിയുള്ളത് കൊണ്ട് നമുക്ക് മസാല ചാട്ട് ഉണ്ടാക്കാം. അതിന് തന്നെ ബട്ടറാണ് ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ള കോൺ ഇതിലിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ ചാട്ട് മസാല. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ട് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു തക്കാളി മീഡിയം സൈസ് എടുത്ത് അതും നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലിട്ട് കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് കുറച്ച് മല്ലിയില ചെറുതാക്കിയിട്ട് അരിഞ്ഞത് ഇതിലിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൽ ഒരു ടീസ്പൂൺ ലൈം ജ്യൂസ് ആഡ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ മസാല ചാട്ടും തയ്യാറായി. അപ്പോൾ കോൺ കൊണ്ട് മസാല ചാട്ടും സിമ്പിൾ ചാട്ടും ഉണ്ടാക്കി. ഇത് വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്ക് പ്രത്യേകിച്ചും ഇഷ്ടപ്പെടുന്ന നല്ല സ്വീറ്റാണ്. അപ്പോൾ അത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഉപയോഗിക്കാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീട്ടിൽ. ഓക്കെ, താങ്ക് യു ഫോർ വ്യൂവിങ്.